ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് രാവിലെ ഞങ്ങൾ പുറത്ത് പോയി. നമുക്കിന്ന് രാവിലെ വീഡിയോ കുക്കിങ്ങും കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഷെബിയുടെ വണ്ടി സർവീസിന് 20,000 സർവീസ് ഉണ്ടല്ലോ, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പൊന്നു ഷെബിയും കാർത്തും കൂടി പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ വണ്ടി കൊടുത്തപ്പോൾ 2 ദിവസം വണ്ടി കിട്ടും. ഞാൻ വിചാരിച്ചു അധികം താമസം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ 2 ദിവസം വണ്ടി കിട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ പൊന്നു വിളിച്ചിട്ടുണ്ട്, അമ്മ ഒന്ന് വണ്ടി കൊണ്ടുപോയോ എന്നിട്ട് അങ്ങനെ ഞങ്ങൾ വണ്ടി കൊണ്ടുപോയി. പിന്നെ നമ്മൾ വരാൻ കുറച്ച് വൈകിട്ട്, അപ്പോൾ രാത്രി സമയമൊക്കെ ആയി. അപ്പോൾ നമ്മുടെ കുണിക്കുമ്പോൾ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. വണ്ടിയിൽ യാത്ര കഴിഞ്ഞ് ക്ഷീണമായിട്ട് ഉറങ്ങുകയാണ്. പിന്നെ ഈ രാത്രിക്കുള്ള ഫുഡുണ്ട്. രാവിലെ ഒരു പണിയും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം തന്നെ ഞങ്ങൾ ഉറങ്ങി കഴിച്ചു. ഇവർ ഫോൺ വിളിച്ചു. അപ്പം തന്നെ ഞങ്ങൾ പോയിട്ടാ. രാവിലെ 8 മണിക്ക് വണ്ടി എത്തണമെന്ന് പറഞ്ഞാൽ ഇവർ 7 ആകുമ്പോൾ പോയതാണ്. പിന്നെ 2-3 സ്ഥലത്തേക്ക് നമുക്ക് പോകാണ്ടായിരുന്നു. അവിടെ പോയി ഒന്ന് മൂട്ടിയിട്ട്. അപ്പോൾ ഇവിടെ കാർത്തൂന് നോക്കാൻ മേമ കിടക്കുന്നുണ്ട്. ഉടനെ പോയി വന്നിട്ട് മേലൊക്കെ നനച്ചിട്ട് ഇങ്ങനെ കാത്തു പുറത്തിനുള്ളിൽ കിടക്കും. കാത്തു കാത്തു അമ്മാമ്മയുടെ പൊന്നയുടെ അമ്മാമ്മയുടെ കുണിക്കടെ കുണിക്കുന്ന എപ്പോഴും കുണിക്കുന്ന വിളിക്കടെ കാർത്തൂന്. കാത്തുമ്മ കാത്തുമ്മ. ഇവിടെ ഫാൻ്റെ ഭയങ്കര ശബ്ദമാണ്. ഞാൻ പോവാണ്. ഇവിടെ ഒരാൾ വീട് മൊത്തം പുകച്ചിട്ടുണ്ട്. എന്തൊക്കെയാ അവസ്ഥ? തക്കാളിക്കറി വെക്കണം. തക്കാളിക്കറിക്ക് തക്കാളി വെളുത്തുള്ളി ഒന്നുണ്ട്. തക്കാളി പച്ചമുളക് ഇടും. പച്ചമുളക് വേണം. നമ്മുടെ മുളക് കൂടി ഭയങ്കര ഇടുക. നമുക്ക് വീട്ടിൽ സബോളയും പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാതെ തന്നെ ഞങ്ങൾ 2 പേര് ദോശമാവ് മേടിച്ചു. ഞങ്ങൾ പോട്ടെ കേട്ടോ. ഈ അടുക്കളയിലെ ലൈറ്റ് അമ്മേനാണ്. പൊന്നുമാണ് എന്തൊക്കെ പണിയിലാണ്. നേരത്തെ തക്കാളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ പോകും അല്ലേടാ. അപ്പോൾ അടുക്കളയിലെ അവസ്ഥ ദയനീയമാണ്. രാവിലെ എണിച്ച് പോയതല്ലേ. നമ്മളല്ലേ ഇന്നലെ പച്ചരിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ടു. ഗ്രീൻ പീസ് വെള്ളത്തിലിടാൻ അതൊക്കെ എന്തായി ആവശ്യം. അതൊക്കെ ഇതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കണം. ലൈറ്റ് കത്തണില്ല. ഒരാൾ കുളിക്കാൻ എന്താണ് സ്വിമ്മിംഗ് പൂളിലാ ഒരുത്തനെ കളിക്കണ. ഒരുത്തനെ കാണിച്ചു തരാട്ടാ. ഒരാൾ കുളിക്കണതാണ് കാണുന്നത്. വെള്ളത്തിൽ ഒന്നും കാണില്ല. ഒരു വലിയ തലയും കാണാണ്ട് വലിയ ബക്കറ്റ് കാണണം. അതിൻ്റെ ഉള്ളിൽ ആ വട്ടത്തിൽ ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയെന്ന് പറഞ്ഞാൽ പാർക്കിലേക്ക് കൊണ്ടുപോകുന്ന കുറച്ച് പാർക്കിൽ കൊണ്ടുപോയിട്ട് വെള്ളത്തിലൊന്ന് കുതിരാൻ കിട്ടിയിട്ടുണ്ട്. അപ്പം കുളിച്ച് മനസ്സിലായി. നീ എന്താണ് മുന്നിലേക്ക് തിരിക്കുന്നത്? ആളെ മനസ്സിലായിക്കോട്ടെ വെച്ചിട്ടാ. അങ്ങനെ നമുക്ക് ദോശ ഉണ്ടാക്കാൻ പോയല്ലോ കേട്ടാ. അപ്പൊ നമ്മള് ദോശമാവൊക്കെ മേടിച്ചു വന്നത്. അപ്പൊ ദോശയും തക്കാളി കറി ഉണ്ടാക്കാന്ന് വെച്ചിട്ടാ. അതാകുമ്പോ പിന്നെ അവിടെ എല്ലാവർക്കും പറ്റും. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം. ചിലത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാൾക്കാർക്ക് വേണ്ട, മറ്റൊരാൾക്ക് വേണ്ട, അങ്ങനെയൊക്കെയാണ്. ഇതാകുമ്പോ പിന്നെ തക്കാളി കാശ് കൊടുത്തിരിക്കുന്നല്ലേ വേസ്റ്റ് ചെയ്യണ്ടെന്ന് വെച്ചു. ഞാൻ പച്ചരി വെള്ളത്തിലിട്ടുണ്ട്. പക്ഷെ എനിക്ക് രാവിലെ അരക്കാൻ ഇറങ്ങിയിട്ടില്ല. അതുണ്ടായിരുന്നു. അപ്പം അത് കഴുകി വെക്കേണ്ട അവസ്ഥയ്ക്ക്. അത് ഓർമ്മയില്ലാണ്ട് ഉറങ്ങി എണിച്ച ശേഷം പൊന്നു വിളിച്ചു. അമ്മ ഞങ്ങളിങ്ങനെ അവിടെ നിൽപ്പാണ്, നിങ്ങൾ കൊണ്ടുവരാൻ വായുണ്ട്. പിന്നെ എനിക്ക് വേഗം കുളിച്ച് എനിക്ക് പെട്ടെന്ന് വിളിച്ച് ഓടി പോകാൻ പറ്റില്ലല്ലോ. പിള്ളേർ കുളിപ്പിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട പോവാൻ. അങ്ങനെ കുളിച്ചു. അങ്ങനെ പോയി അവരെന്നെയൊക്കെ കൊടുന്നു. പിന്നെ 2-3 ദിവസം നമുക്ക് പോവാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ മിക്സി കംപ്ലൈൻ്റാണ് ഞാൻ പറഞ്ഞില്ലേ. കുറേ നാളെ എൻ്റെ മിക്സിക്ക് ഭയങ്കര എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. മിക്സി ഇതായ കാരണം. അപ്പോൾ ഞാനൊരു മിക്സി നോക്കാൻ പോയിണ്ടായിരുന്നു. അപ്പോൾ സുജാതയുടെ മിക്സി എല്ലാവരും മേടിച്ചാണ്. പക്ഷെ സുജാതയുടെ മിക്സിക്ക് എന്താണ് ഏട്ടാ പ്രശ്നം പറഞ്ഞാൽ വാറൻറ്റി ഉള്ളൂന്ന്. എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയാലൊന്നും അവർ വാറൻറ്റി ഭയങ്കര കുറവാണ്. അവർക്ക് അതിന് ഉറപ്പ് പറയണില്ല ഒന്നും. കടയിലത്തെ ആൾക്കാരെ സുജാതയുടെ മിക്സി എന്നോട് ഒരുപാട് ആൾക്കാർ വേണ്ടി സുജാതയുടെ മിക്സി മേടിക്കാൻ വെച്ചിട്ട് തന്നെയാട്ടെ ഞങ്ങൾ പോയത്. പക്ഷേ സുജാതയുടെ മിക്സിക്ക് അവർ വാറൻറ്റി പറയണില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ മേടിച്ചു. ഏതിൻ്റെ ഇപ്പം നോക്കിയത് അതിൻ്റെ നോക്കിയത് കേട്ടാ.
അച്ഛന് മാറ്റേണ്ടി വരും. അപ്പോൾ പാനസോണിക്കിൻ്റെ ആണ് നോക്കി വെച്ചിരുന്നത്. അപ്പോൾ ഇന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല, നാളെ പോയിട്ട് മേടിക്കണം. അപ്പം അതിൻ്റെ കാര്യത്തിന് പോയിട്ടുണ്ടായിരുന്നു. സാധാരണ കാര്യമില്ല നമുക്ക്. ഇപ്പോൾ ഒറ്റയടിക്ക് റൊക്കം കാശ്, എന്നാൽ മിക്സിയുടെ ആവശ്യത്തിന് മിക്സി വേണം, റൊക്കം ഒറ്റയടിക്ക് കാശ് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മളെ പോലെയുള്ളവർ ആദ്യം ഓടിയെത്തുന്ന സ്ഥലമാണ് ബജാജ്. അപ്പോൾ ബജാജിൽ എടുക്കാൻ വേണ്ടി, പക്ഷേ അതിൻ്റെ പ്രൂഫ് ഞാൻ കൊണ്ടുപോകേണ്ട പോയിണ്ടായിരുന്നു. പ്രൂഫ് കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. പ്രൂഫായിട്ട് പോകണം. ഇതൊക്കെ നമുക്ക് ആവശ്യങ്ങളല്ല, അനാവശ്യങ്ങളല്ലോ. നമുക്ക് വീട്ടിലൊരു മിക്സി നമ്മൾ പരമാവധി അതിൽ ഫുഡിൻ്റെ പക്ഷെ ഒന്നും അറിയണില്ല. ഇപ്പോൾ ഒരു മീൻ കറിക്കറി ഒരു പരിപ്പ് കൂടാൻ അരക്കണമെങ്കിൽ 2-3 തവണ അരക്കണം. ഇത്ര ഒരു 2-3 ടീസ്പൂൺ ഒരു ചെറിയ ജാറ് അറിയുള്ളൂ. അപ്പോൾ ഇതിൽ മിക്സി വലിയ ജാറിലൊന്നും അറിയില്ല. അപ്പോൾ എളുപ്പമല്ല. പിന്നെ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ഒന്നും അരയ്ക്കാൻ പറ്റുന്നില്ല, ചൂടാവും മാവ് ഭയങ്കരമായിട്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇത്രയും പേരുള്ളതല്ലോ, കുറച്ച് മാവൊന്നും പറ്റില്ല. ഒരു ട്രിപ്പ് 2-3 ട്രിപ്പൊക്കെ അടിക്കണം. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അങ്ങനെ മിക്സി ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രൂഫ് ഒന്നും കൊണ്ടുപോകാതെ നമുക്ക് ഇന്ന് തന്നെ എടുക്കാൻ പറ്റില്ല. നാളെ പോയിട്ട് അത് മേടിക്കണം. അത് ചില ബജാജിൽ ചിലവരിയ്ക്കുന്നതിൻ്റെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ AC പിന്നെ വാഷിംഗ് മെഷീൻ എടുക്കാൻ പോയപ്പോൾ ഷേപ്പിയുടെ അതിൽ നിൽക്കുക ചെയ്തിട്ടാണ്. അപ്പോൾ ഒന്നും വേണ്ടി വന്നില്ല. AC ഷേപ്പിയുടെ ഇതിലും വാഷിംഗ് മെഷീൻ എൻ്റെ ബജാജ് വെള്ളം എടുത്തിട്ടാണ്. ഒന്നും വേണ്ട. നമ്മൾ നമ്പർ വന്ന ശേഷം പക്ഷേ ഈ പ്രാവശ്യമുള്ള ചെക്കന് പുതിയതായിരിക്കും. അപ്പോൾ പിന്നെ അതാ ഞങ്ങൾ അന്ന് പോയപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ പറഞ്ഞിട്ട് നമ്മൾ എടുത്തത്. ഇന്ന് അത് മാറ്റിയ പിന്നെ അങ്ങനെ വെച്ചോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നലത്തെ വീഡിയോക്ക് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ തന്നെയാണ് മറുപടി. കുറേ ആൾക്കാർ നെഗറ്റീവ്, അതിപ്പോൾ പോസിറ്റീവിന് നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല. നിങ്ങളുടെ നാട്ടുകാർക്ക്, ഞങ്ങളുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഞങ്ങളോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. വളരെ കുറച്ച് പേര് കൊണ്ടുവരാൻ അതെല്ലാ നാട്ടിലുണ്ടാവും. ഒരാൾ നന്നാവണതോ ഒരു ഇതാവണതോ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അത്ര ഉള്ളതാണ്. ഞങ്ങനെ അവർ തെറി വിളിക്കാനോ വിളിക്കാനോ പോയിട്ട് ഒരു നാട്ടുകാരായിട്ട് തല്ലുണ്ടാക്കാൻ പോയിട്ട് ഞങ്ങൾക്ക് ശത്രുതയില്ല. ഞങ്ങൾ ഒരാളോട് തല്ലുണ്ടാക്കാൻ പോകാറോ പിടിക്കാറോ ഒരാളൊരു രൂപ പെറ്റിക്കോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഒന്നും നെഗറ്റീവ് കമൻറ്റുകാരോട് പറയണം, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കേട്ടോ. ഉണ്ണികളെ ഞങ്ങൾ അങ്ങനത്തെ ആളുകളേ അല്ല. അപ്പോൾ അത് മനസ്സിലായില്ലേ. പിന്നെ ഗൾഫുകാർ, ഞാൻ എല്ലാ ഗൾഫുകാരുടെ പേര് പറഞ്ഞിട്ടൊന്നുമില്ല, ചില ഗൾഫുകാരുടെ ഭാര്യമാരെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനത്തെ ഗൾഫുകാരൻ്റെ ഭാര്യ എല്ലാം ഉണ്ടു. അങ്ങനത്തെ ഇഷ്ടം പോലെ ഉണ്ട്, അഴിഞ്ഞാടി നടക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്, നല്ല നിലയ്ക്ക് നടക്കുന്നവർ. 2 തരത്തിലുള്ളവരുണ്ട്. അതിപ്പോൾ നാട്ടിലുള്ളവരുണ്ട്, ഗൾഫുകാരും ഉണ്ട്. അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ള അല്ലാണ്ട് എല്ലാ പെണ്ണുകളും ഒരുമിച്ച് ഇതാക്കിയിട്ടൊന്നുമില്ല. അങ്ങനത്തെ അപ്പോൾ പറയും നിങ്ങളപ്പോൾ എന്തായാലും ഇന്നലെ പറഞ്ഞപ്പോൾ പൊള്ളിന്ന്. പക്ഷെ ഇന്നലെ പറഞ്ഞ ഡയലോഗ് എന്താണെന്നുള്ളൂ, ഒരു മകനെ പറ്റിയിട്ടുള്ളതാ. കാണാൻ പറ്റില്ല കേട്ടോ, അവസരത്തില്ലേ. അപ്പോൾ ഒരു മകൻ തല കാണും ഓക്കെ തല കാണും. അപ്പോൾ ഒരു മകനെ പറ്റി പറയുമ്പോൾ ഒരു അമ്മായി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചൂടാവും. ഒരു അമ്മയും മകനെ പറ്റി പറഞ്ഞിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് ചൂടാവാൻ അർഹതയുണ്ട്, മനസ്സിലായി. അതിൻ്റെ ചൂടായതാട്ടോ. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരെപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് അവർ അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നത് അവർ പറഞ്ഞോട്ടെ, അത് അവരുടെ സുഖം, മനസ്സുഖം. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെന്നില്ല ഷെബീന ആദ്യം കുറ്റം. ഞാൻ അതിന് ആ കുറ്റം പറഞ്ഞ വീഡിയോ മാത്രം സഹോദരന്മാരെ സഹോദരികളെ നിങ്ങൾ കണ്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് ഞാൻ സത്യങ്ങൾ തിരിച്ച് അതിൻ്റെ സ്റ്റോറി പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, അത് കണ്ടില്ലേ? അതിൻ്റെ ലിങ്കില്ലേ നിൻ്റെ കയ്യിലൊന്നും? നല്ല കാര്യങ്ങളൊന്നും കാണില്ലല്ലോ, വേണ്ടാത്ത കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ. അതും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷെബിനോട് മാപ്പ് പറയുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. സൗകര്യം ഒന്ന് പോയി കണ്ടു വയ്ക്കോ കേട്ടോ, മനസ്സിലായി. അപ്പം തെറ്റുകൾ പറ്റാത്ത മനുഷ്യന്മാരില്ല എന്ന് പറഞ്ഞാലേ. നമ്മളെ ഒരാൾ വന്നിട്ട് നമ്മുടെ ചെവിട്ടിൽ ഇങ്ങനെ ആൾ പൊട്ടയാണെന്ന് നമ്മൾ വിശ്വസിച്ച് പോവും. പിന്നെ നമ്മൾ തിരിച്ചറിവുകൾ ഉണ്ടാവുമല്ലോ നമുക്ക്. ആ തിരിച്ചറിവുകളിലൂടെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ആരാണ് നല്ലത് ആരാണ് പൊട്ടാന്ന്. അപ്പൊ ഞാൻ അവരെ കുറ്റം പറഞ്ഞു അതൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. അതെന്താ അനുഭവം കൊണ്ട് എല്ലാവരും പഠിച്ചു. അതായത് ഈ ആൾ മറ്റൊരാളോട് കുറ്റം പറഞ്ഞു. ഞാൻ പിന്നെ വന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല പറഞ്ഞപ്പോൾ പറഞ്ഞു പോയിരുന്നില്ല. അപ്പം അത് വിട്ട് അത് പോട്ടെ. അപ്പം ഇനി നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കാം. വേറെ ഒന്നുമല്ല, എന്തൊക്കെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കുണുക്കന് ഒന്നും കഴിച്ചിട്ടില്ല. കുണുക്കനെ പറ്റിയ ഫുഡൊന്നും കുണുക്കന് കിട്ടിയിട്ടില്ലെന്ന്. ഞങ്ങൾ ചോറുണ്ട്, കുണുക്കനൊന്നും ചോറൊന്നും പറ്റില്ല. ഞങ്ങൾ സാധാരണ ചോറുണ്ട്. കുണുക്കൻ ചോറ് അതിന് വീട്ടിലെ മീൻകറി വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, നിബന്ധനകൾ കൂടുതലാണ്. വെള്ളം വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ദോശ ഉണ്ടാക്കട്ടെ. പനിയായിട്ട് എനിക്ക് അവിടെ സബോളയും ഞാൻ ചട്ടി വെച്ചാൽ അടുപ്പത്തെ ചൂടായിക്കൊള്ളൂ. ഇവിടെ ഞാൻ അപ്പുറത്ത് ഒരുമിച്ച് നിൽക്കാനാ.
അപ്പുറത്തല്ല എനിക്ക് അപ്പുറത്തൊരു വെച്ച് അപ്പുറത്ത് ചെയ്യാം ഞാൻ കേട്ടാ ഇത് മതി സബോള അതും കൂടി ഞാൻ മതി വേറെ ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ട് വരില്ലേ, നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് ദോശയൊക്കെ ഉണ്ടാക്കി കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഇത് നല്ല ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു രസട്ടാ. അല്ലാണ്ട് ആണത്വത്തിന്റെ പുറകില് ശുണ്ടി പിടിച്ചിട്ടുള്ള ഭർത്താവാണ് ആണത്തുള്ളത് എന്ന് പറയുന്നത് നമുക്ക് ഒരു വിഡിത്തങ്ങള് മാത്രം. ഇങ്ങനെ പ്രണയിച്ച് അമ്മ തരാലോ വെള്ളം പെട്ടടാ. രാവിലെ ഒക്കെ ഞങ്ങൾ കുളിപ്പിക്കാറ്. ഇതിപ്പോ തന്നെ ഇഷ്ടത്തിനൊന്നും കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അച്ഛൻ കുളിക്കുമ്പോ കുളിപ്പിക്കുക. നീരാട്ടായിരുന്നു വെള്ളത്തിൽ. ഓക്കെ നമ്മള് അത്യാവശ്യം കട്ടയ്ക്ക് നിക്കണാരും അവരെ കാണാണ്ട് പോയി. അപ്പൊ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ സന്തോഷം എല്ലാതും. കുറെ ആൾക്കാർക്ക് സന്തോഷം എന്താണെന്ന് അറിയില്ല, ഭാര്യ ഭർത്താവ്. പിന്നെ ചെറിയ പറഞ്ഞു നിങ്ങളുടെ ലൈഫിൽ എന്താ കണ്ണിടാളെന്ന് ഒരു കമന്റ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ലൈഫിൽ കണ്ണിടാളത് ആൾക്കാർക്ക് അറിയാം. ഞങ്ങളുടെ ലൈഫിൽ കണ്ണിടാൻ മാത്രം ഒരുപാട് സ്വത്തോ കാര്യങ്ങളോ സ്വർണ്ണോ ഇതൊന്നും വലിയ കൊട്ടാരം പോലത്തെ വീടോ എന്നാലും കുഞ്ഞ വീട് കുഞ്ഞ അടുക്കള. പക്ഷേ ഈ കുഞ്ഞ വീട്ടിലും കുഞ്ഞ അടുക്കളയിൽ കണ്ടാൽ സംതൃപ്തിയോടൊക്കെ പണിയെടുക്കുന്നതായിട്ട് ഭാര്യ ഭർത്താവ്. ഇതൊക്കെ വളരെ കുറച്ച് വീട്ടുകളിൽ മാത്രം ഉണ്ടായി വരുന്ന സൗഭാഗ്യം. ആ സൗഭാഗ്യം എനിക്ക് അത് മതി കേട്ടോ. ഏറ്റവും സൗഭാഗ്യം കണ്ണട മാത്രമൊന്നുമില്ല കേട്ടാ, എല്ലാവരും തന്നെയാണ്. ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നും ദൈവം തന്നിട്ടില്ല കൂടുതല്. എന്താ ചെയ്യാ, ആ പറയുന്നവർക്ക് ഉണ്ടാകും നിറ്റല്ലേ. പിന്നെയല്ലേ സ്വന്തം ജീവിതം നശിച്ചു പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതവും നശിക്കണമെന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ പറഞ്ഞു നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തെ കഥയൊക്കെ പറഞ്ഞ് നിൽക്കാനായിട്ട് വാ. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാ. അപ്പൊ ചേർത്താൻ കടുകൊക്കെ ഉണ്ട്. നെയ്യ് അവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ചെറിയ ചെറിയ പണികൾ തുടങ്ങാം കേട്ടോ. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് ഈ ജീവിതത്തിൽ ഇങ്ങനെ എനിക്ക് കിട്ടിയിട്ട്. എൻ്റെ അച്ഛനൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. രാവിലെ 8:30 ജോലിക്ക് പോയാൽ ഒരു ഓണായാലും വീട്ടിലായാലും 3 മണി കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല. വേണ്ട നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ അമ്മ എന്നും അച്ഛൻ ബിസി ആയിട്ടുള്ള ലൈഫായിരുന്നു എൻ്റെ. എന്താ വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ചായ ഷാപ്പിലായിരുന്നു ജോലി. അപ്പോൾ അച്ഛൻ രാവിലെ പോയി 8:30 ജോലിക്ക് പോയി രാത്രി 9-10 മണിക്കൊക്കെ ജോലി കഴിഞ്ഞ് വരിക. അപ്പോൾ ഞാനൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. അമ്മ ഫുഡ് ഉണ്ടാക്കിയെടുക്കാന്നല്ലാണ്ട് അച്ഛൻ ഹെൽപ്പ് ചെയ്യുക കാര്യങ്ങളും എപ്പോഴെങ്കിലും അടുക്കളയിലൊക്കെ ഒന്ന് കയറും കേട്ടോ, അത് വേറെ കാര്യം. ഒരു പാത്രം യൂസ് ചെയ്യുന്നോടത്ത് 10 പാത്രം യൂസ് ചെയ്യും അങ്ങനെയൊക്കെ. അപ്പോൾ അപ്പം അങ്ങനെ അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ആഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഭാര്യ ഭർത്താവ് ഒരുമിച്ച് നിന്ന് കുക്ക് ചെയ്യുക, നല്ല കൊച്ചു വർത്താനങ്ങൾ പറയാൻ സന്തോഷത്തോടെ ഇരിക്കണം. എനിക്ക് ആ ലൈഫ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ആരും കണ്ടിടാണ്ടിരിക്കട്ടെ. പക്ഷെ അത് പറഞ്ഞാലും നമുക്കറിയാലോ വന്നിട്ട് ഒരുപാട് ആൾക്കാരുടെ ലൈഫ് പരാജയത്തിന് പോകുന്നവരുണ്ട്. അതായത് ഒരു സപ്പോർട്ടില്ലാത്ത ഭർത്താവ്, ഒരു സപ്പോർട്ടില്ലാത്ത ഒരു കുടുംബം, അങ്ങനെയുള്ള ഇഷ്ടംപോലെ ഫാമിലികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ എന്നോട് തന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് പറയാറുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കണ്ണിന് പറ്റുമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പം ആ കണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ കണ്ണിടാന്ന് ചോദിച്ചപ്പോൾ ഇങ്ങോട്ടോട് കണ്ടു ഒരുപാട് ആൾക്കാർ എന്നോട് വിളിച്ചിട്ട് വന്നു നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കണ്ണിന് ഇടാണ്ടിരിക്കട്ടെ, നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ എൻ്റെ കണ്ണിന് ചില ഞാൻ എൻ്റെ കണ്ണിടാറുണ്ട് ബോധ്യമാവാറുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ ചിലവർ ജീവിതം പരാജയമായിട്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ ഇത് കാണുമ്പോൾ ലൈഫിലൊരു ഇതാട്ടാ. അപ്പോൾ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതത്തിലേക്കാണ് ഞാൻ ഇപ്പം നിൽക്കുന്നതും ജീവിച്ചുകൊണ്ടിരിക്കുന്നതും. കണ്ണിടല് വരും
കണ്ണടല് വരില്ലേ? ഒരു കണ്ണടലും ഇല്ല മക്കളെ. കുറച്ച് വെള്ളം എടുത്തിരും. വെള്ളം കുറച്ചൊക്കെ ഉണ്ട്, കൊറേ ഉണ്ട്. നമ്മള് ഫിൽറ്റർ വെച്ചിട്ടില്ലോ, നമ്മള് കെംടെക്കിന്റെ ഫിൽറ്റർ വെച്ചിട്ടില്ലോ, നല്ല വെള്ളം കുടിക്കൂ. കെംടെക്കിന്റെ ഫിൽറ്ററിനുള്ള വെള്ളം കുടിക്കുക. വേപ്പിലുണ്ടോ? വേപ്പിലും കുഴപ്പമില്ല. നോക്കണോ? നോക്കണ്ട, കുഴപ്പമില്ല. ആടെ ഇതൊന്ന് കഴുകും. അപ്പുറത്ത് നമ്മൾ മസാല അപ്പൊ അങ്ങനെ നമ്മുടെ തക്കാളി കറി ഒക്കെ ഉണ്ടാക്കുക കേട്ടോ. ഇതേറെ പക്ഷെ എൻ്റെ അച്ഛനും പാവനെയായിരുന്നു. പക്ഷെ അച്ഛന് നേരെ ഉണ്ടായിരുന്നില്ലായിരുന്നു അമ്മയുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനും പിടിക്കാനൊക്കെ. എന്താ വെച്ചാൽ ചായ ഷാപ്പ് നേരത്തെ തുറക്കണ്ട, അച്ഛൻ്റെ കടയല്ലല്ലോ. അങ്ങനെ കേട്ടോ. വെള്ളം ചേർക്കണ്ടായി നേരത്തെ. ഓ മനുഷ്യ, വെള്ളം ചേർത്തില്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് ഇപ്പൊ ജീവിച്ചിരിക്കുവോ? വെള്ളമൊക്കെ ഉരുക്കി പോയേനെ. എന്നാലും കൊണ്ടുവരുന്നവരൊക്കെ ചാരായം കുടിച്ചിട്ട് എന്താ കാര്യമായി വെള്ളം കുടിച്ചിട്ട് കാച്ചി കളഞ്ഞു. അത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളവിടെ പീടികയ്ക്കൊക്കെ പോകുമ്പോഴേ നമ്മുടെ നാട്ടിൽ പോളയായിട്ടുണ്ടായിരുന്നു. നിന്റെ അച്ഛൻ ചാരായത്തിൽ വെള്ളം വെച്ചിട്ട് എല്ലാവരും കാശ് ഉണ്ടാക്കണേന്നൊക്കെ എന്നെ കളിയാ കൂട്ടാക്കും. ഞാൻ എന്നോടല്ല പറഞ്ഞു, ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ അങ്ങനെ വെള്ളം ഒഴിക്കണോണ്ട് നിങ്ങളൊക്കെ ഇപ്പോഴും ജീവനോ അത് നിങ്ങളുടെ കൂമ്പൊക്കെ കരിഞ്ഞു പോയേനെന്ന് അറിയും. അതായത് ഞങ്ങളൊക്കെ പോകുമ്പോൾ ചാരായം മടക്കണമെന്ന് അറിയും. ഇങ്ങനെയൊക്കെ കളിയാക്കൂട്ടെ. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ അച്ഛൻ ചാരായ ഷാപ്പിലായ ജോലി ചെയ്യാനും. പിന്നെ നമ്മുടെ ആന്റണിയേട്ടൻ്റെ നല്ല സ്വഭാവം കാരണം ചാരായം ഞങ്ങൾ നിരോധിച്ചു. കുറെ കുടുംബങ്ങൾ വയ്യാതാരായി. എന്നിട്ട് കുടിക്കണവർക്ക് വില കുറവുണ്ടാ. അന്ന് 100, അതായത് 100 ചെലവാക്കണോടത്ത് ഇന്നിപ്പോ 500, 600, 700 ചെലവാക്കണം. അതപ്പൊ ഒരു ഗുണം ഉണ്ടാക്കിയത് ആന്റണിന്റെ സർക്കാർ കൊണ്ട് ഒരു ഗുണം കിട്ടിയത്. അതാ കുറെ പെണ്ണുങ്ങളന്ന് ഭയങ്കര ചാരായം നിരോധിക്കാണ്. അടിക്കണോര് കുടിച്ചു വന്നിട്ട് അടിക്കണോര് ഇപ്പോഴും കുടിച്ചു എൻ്റെ അടിക്കുന്നുണ്ട്. ഇരട്ടി കാശ് ചിലവാകുന്നു. ഒരു ചാരായത്തിന് 100 വേണ്ടെങ്കിൽ ഇതിപ്പോ 600, 700 ചെലവാക്കിയിട്ട് കുടിക്കുന്നുണ്ടെന്ന് മാത്രം. അത്ര മാറ്റം നമ്മുടെ കേരളത്തിന് വന്നിട്ടുള്ളൂ. അല്ലാണ്ട് അല്ലാണ്ട് ബീബ്രേഞ്ചിലുള്ള ഭയങ്കര തിരക്ക് കൂടി. അല്ലാണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് കേരളത്തിലൊരു മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നൊന്നുമില്ല. ഗജനാവൊക്കെ ഒന്ന് കാര്യം ചാരായ ഷാപ്പുള്ളപ്പോ ഗജനാവിന് ഇത്ര കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ചാരായം നിരോധിച്ചത്. ചാരായം നിരോധിച്ചിട്ട് രാഷ്ട്രീയമൊന്നുമില്ല, ചാരായം നിരോധിച്ചതിന്റെ പ്രതികാരമാണ്. എന്താ വെച്ചാൽ ഞങ്ങളുടെ ലൈഫൊന്നും ഇങ്ങനെ പോകേണ്ട ഒരു ലൈഫേ അല്ല. നല്ല കുഴപ്പമില്ലാത്ത നിരക്കി ജീവിച്ചിരുന്ന ഒരു വീട്ടിലെ ആൾക്കാർ എത്രയോ ആൾക്കാരുടെ തൊഴിലാണ് അതുകൊണ്ട് നശിച്ചത്. എന്നാ ശരി, ആ തൊഴിൽ നശിച്ചു. അത്രയും ജനങ്ങളുടെ വീട്ടിലെ തൊഴിൽ മറ്റുള്ളവർ നന്നായി കാണണമെങ്കിൽ കുഴപ്പമില്ല. നന്നായില്ല, വല്ല ഗുണമുണ്ടായി. ചാരായ നിരോധനത്തോണ്ട് ഒരു ഗുണം ഉണ്ടായത്. കുറേ ആൾക്കാർ ആത്മഹത്യ ചെയ്തു. ജോലി പോയിട്ട് നിരാശ കടങ്ങളും കാരണം അതാണ് കുറേ ആൾക്കാർ ആത്മഹത്യയിലെത്തി. കുറേ ആൾക്കാർ അത് ഉരുകി മരിച്ചു. ആ ഉരുകി മരിച്ച ഒരാളാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി. അല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. വേറെ ഓരോ കാര്യങ്ങൾ അയച്ചിട്ട് കുട്ടിക്കാലങ്ങൾ ആലോചിച്ച് വേറെ എങ്ങനെ ജീവിച്ചിരുന്നതാണെന്ന് ആലോചിച്ചതാ. അന്നാ ചാരായ കാരണം ഞാൻ യൂട്യൂബിലേക്ക് വരില്ലായിരുന്നു. അന്ന് ചാരായ ഷാപ്പ് നിർത്തിയില്ലെങ്കിൽ ഇന്നെ കെട്ടാണ്ട് വേറെ കെട്ടിപ്പോയാലോ, അപ്പൊ എനിക്ക് നിരാശയാവില്ലേ? അതാണ്. അപ്പൊ അതൊരു നിമിത്താണ് മക്കളെ. എന്താ നിങ്ങൾ എന്നെ കല്യാണം ചെയ്തത്? അച്ഛൻ പറയണോ? അച്ഛൻ എപ്പോഴും പറയണ്ട മക്കൾ സുന്ദരികൾ. അപ്പൊ അത് നല്ല ഭയങ്കര ചെക്കന്മാരോടെ കെട്ടിക്കൊടുന്നാണ്. അത് മാത്രം എൻ്റെ അച്ഛനൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് സുന്ദരി അപ്പൊ നിങ്ങളല്ലേ? അല്ല, അച്ഛന്റെ മക്കള് ഭംഗിയുണ്ടാവും. അല്ല, അച്ഛനെ നമുക്ക് നമ്മുടെ മക്കളല്ലേ ഭംഗി. കാക്കിക്ക് തൻകുഞ്ഞ് പെൺകുഞ്ഞാണല്ലോ. അതാണ് അത്രേ ഉള്ളൂ. അതുകൊണ്ടിപ്പോ നമ്മള് ഭംഗിയുണ്ടെന്നല്ല. അച്ഛൻ നല്ല രസമായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛനെ. ഞാൻ അച്ഛമോളായിരുന്നു, അതാണ് കൂടുതൽ. അച്ഛൻ്റെ സെറ്റും പിടിച്ച് അച്ഛൻ്റെ, അതായത് അച്ഛൻ്റെ പറ്റായിരുന്നു. നിങ്ങൾ എന്ത് വീഡിയോ പുറത്തുനിന്നോ? അപ്പൊ നിങ്ങൾ കാര്യം ഉണ്ടാക്കാം, ഞാൻ ദോശ ഉണ്ടാക്കാം. ഓക്കെ.
അച്ഛൻ്റെ വകയിൽ തക്കാളി കറി ഞാനല്ല അല്ലേ ആണോ ഇതൊക്കെ ഞാൻ തന്നെ ആണോ മേൽപ്പൊടിയൊക്കെ ഉണ്ണിയിടുന്നല്ലാണ്ട് ഞങ്ങള് സത്യം പറഞ്ഞാൽ ശരിക്കും ഞങ്ങളുടെ വീഡിയോ ഷോർട്ടായി എടുക്കുന്നത് അതല്ലാണ്ട് ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ജീവിതം ചില പറഞ്ഞ് നിങ്ങൾ അരമണിക്കൂറല്ലേ കാണുള്ളൂ അതെല്ലാം നിങ്ങളത് മനസ്സിലായി ഇതാണ് ഞങ്ങൾ പിന്നെ ദേഷ്യപ്പെടുന്നത് അത് ഞാൻ പറയട്ടെ നമ്മുടെ വീട്ടിലെ നമ്മുടെ ആൾക്കാരെ പറയുമ്പോൾ നമ്മൾ അവരെ പ്രതികരിച്ചു പോകും നമ്മള് സാധാ മനുഷ്യന്മാരാണ് നമ്മുടെ ദേഹത്ത് കൊണ്ട് ചോര തന്നെയാണ് അത് ഇടയ്ക്കൊന്ന് തിളയ്ക്കും അത് സ്വാഭാവിക സാധനം പറഞ്ഞാൽ സാധാരണ തന്നെയാണ് അല്ലാണ്ട് അവര് പറയണത് കേട്ട് ഇവര് പറഞ്ഞിട്ട് പിന്നെ നാട്ടുകാർക്ക് നല്ലതാവാൻ വേണ്ടി ഞാൻ ജീവിക്കാറില്ല എനിക്ക് എൻ്റെ കുടുംബത്തിന് ഞാൻ നല്ലതായി മതി അല്ലാണ്ട് നാട്ടുകാരുടെ പ്ലസ് പോയിന്റ് കിട്ടാൻ വേണ്ടി നമുക്ക് ജീവിക്കാൻ പറ്റുമോ നാട്ടുകാരുടെ ബന്ധുക്കളൊക്കെ പ്ലസ് പോയിന്റ് പ്ലസ് മാർക്ക് കിട്ടിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും ഒരിക്കലും ജീവിക്കാൻ പറ്റും ഒരാളുണ്ടാവില്ല അങ്ങനെ കിട്ടണമെങ്കിൽ പിന്നെ അങ്ങനെ ചിരിച്ച് അഭിനയിച്ച് നാട്ടുകാരുടെ മുന്നിലും ബന്ധുക്കൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അത് വേണ്ട ഞങ്ങളുടെ ക്യാരക്ടർ ഇതാണ് ഞങ്ങളുടെ ലോകം എന്ന് പറഞ്ഞാൽ ഇതാണ് തീർച്ചയായിട്ടും ഇത് സന്തോഷിക്കാനും വേണം ഒരു അറിവ് മനസ്സിലായോ ഇത് നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കാനും വേണം നമുക്കൊരു കഴിവ് അത് ചിലർ ഭാരമായിട്ട് കാണും ചിലർ അതിനൊരു ബുദ്ധിമുട്ടായിട്ട് കാണും ഒന്നുമില്ല ഇതൊക്കെ ഹാപ്പി ആയിട്ട് കാണണമെങ്കിൽ നമ്മുടെ എത്ര മനസ്സ് മതി അല്ലേ ചേട്ടാ നമ്മളെ പോലെ പിന്നെ ഒരു ഭാര്യ ഭർത്താൻ പറ്റേ ജോലിക്കാരായാലും ജോലി കഴിഞ്ഞാൽ ഭാര്യയുടെ കൂടെ ഒപ്പം ഹെൽപ്പ് ചെയ്യിപ്പിക്കുക അതൊക്കെ ഒരു സന്തോഷമാണ് നമ്മുടെ ടി വി കണ്ട് ഭാര്യ വെച്ചുണ്ടാക്കി കൊണ്ടിട്ട് അത് ഭാര്യയുടെ മാത്രം ഡ്യൂട്ടിയാണ് അത് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ ഒരിക്കലും സപ്പോർട്ട് ആൾക്കാര് പറയും ഇപ്പൊ ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല ഇയാളിപ്പോ ഭാര്യയുടെ മൂടും താങ്ങി നടക്കാറ് ഞാൻ മൂടും താങ്ങിട്ടൊക്കെ നടക്കേണ്ട പ്രായത്തില് നടക്കും അധ്വാനിച്ച സമയത്ത് അധ്വാനിച്ചിട്ടുണ്ട് ഇപ്പൊ വെറുതെ കാര്യം അപ്പൊ അഞ്ചേട്ടന് ചെയ്യാം ഞാൻ ഈ വീട്ടിലെ ഗ്രഹനാഥനാണ് എനിക്ക് മുന്നിലേക്ക് എത്രയാണ് ജീവിക്കാം പക്ഷെ എനിക്കൊന്നുമില്ല അപ്പൊ എന്റെ ഒപ്പം എന്റെ കൂടെ എന്നെക്കാളും കൂടുതൽ പണിയാണ് നമ്മളെ ടോപ്പിന് വേണ്ടിയിട്ട് പരമാവധി അതില് കാര്യങ്ങൾ സഹകരിച്ച് പോകുന്നുണ്ട് അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പൊ നമ്മളെ വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല മാത്രം അടുക്കളയിൽ ഈ കുത്തി അളക്കണതൊക്കെയാണ് നിങ്ങൾ കാണുന്നുള്ളൂ നമ്മൾ നമ്മുടെ ഷോപ്പ് നോക്കുന്നുണ്ട് ഷോപ്പിലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഷോപ്പിൻ്റെതൊക്കെ ചെയ്യുന്നുണ്ട് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് എല്ലായ്പ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ല അത് മനസ്സിലായി എപ്പോഴും നമുക്ക് വീഡിയോ എടുത്ത് നടക്കാൻ പറ്റില്ല നമുക്ക് പറ്റുന്ന സമയങ്ങൾ മാത്രമേ നമ്മൾ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് ഇപ്പൊ വരുമോ എന്ന് വെച്ചാൽ ഞങ്ങൾ പോയി തുറന്ന് അതൊക്കെ എടുത്തു കൊടുത്ത് അതിൻ്റെതേ കാരണം ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു പണിയിൽ മാത്രമൊന്നുമല്ല നമുക്ക് 100,000 കാര്യങ്ങൾ വേറെ ഉണ്ട് ഒപ്പിട്ടിട്ടുണ്ട് നമുക്ക് ഇത് മാത്രമൊന്നുമില്ല ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് പണികളുണ്ട് ചേട്ടാ എത്ര കളി എടുത്തു കൂടുതലാണല്ലോ കറി കൂടുതൽ വേണ്ട കൂടുവോ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല കറി ഫ്രിഡ്ജിൽ വെച്ച പറ്റിയല്ലേ പക്ഷെ അതിലേക്കുള്ള ക്വാണ്ടിറ്റി സമയം ഇട്ടിട്ടില്ല മതിയാവോ മതി പിന്നെ മതി കറി വേണ്ട പുളി കുറവാല്ലേ തക്കാളി ഇപ്രാവശ്യം കിട്ടിയ തക്കാളി പുളിയൊക്കെ കുറവാ വലിയ ടേസ്റ്റ് തക്കാളി തക്കാളി എന്താന്ന് വെച്ചാൽ തക്കാളിയുടെ രൂപമാണ് പക്ഷെ കല്ലപ്പും കാര്യം ഇതിനുണ്ടോ ഇത് കുറവ് മതി കുണിക്കണ കുണിക്കൊക്കെ കഴിക്കണ്ട കുണിക്കിനെ കുളിച്ചേൽപ്പിച്ചേ കുളിക്കല് ദിവസമാൻ്റെ സമയം 8 മണി 9 കാല ടൈം കുളിക്കേ ചെറിയൊരു ജലദോഷം അങ്ങനെ ഒരു ഐസ്ക്രീം തീറ്റ കിട്ടോ അതുമില്ല അതൊന്നും കൂടി ആയിട്ട് മതി ഒന്നും കൂടി ഇതിന്റെ അടപ്പോ അപ്പോ അങ്ങനെ നിങ്ങൾക്ക് ബോറടിച്ചൊന്നും അറിയില്ല ഞങ്ങളുടെ വർത്താനം കാര്യങ്ങളൊക്കെ എത്രത്തോളം ബോറടിച്ചിട്ടുണ്ട് എന്താണെന്നും അറിയില്ല പിന്നെ ഇങ്ങനെ ഒരു ചെറിയ ഇതാണ് ശരിക്കും ലൈഫ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെയാണ് അടുക്കളയിൽ പണിയെടുക്കുന്നതും കാര്യങ്ങളും പക്ഷെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ആരുമില്ല ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ദോശ തക്കാളി കറി മതി അപ്പൊ നമുക്ക് അതിനുള്ള പണിയുള്ളൂ അപ്പൊ നമുക്ക് വീഡിയോ എടുത്ത് ഇങ്ങനെ സംസാരിച്ചെടുക്കാൻ ഈ ചെമ്പര് ഒന്ന് തട്ടാൻ
എന്ന് കാശാവും തേച്ചിട്ട് പോയിട്ട് കാശുകാരിക്കാവൂലോ നമുക്കല്ല. കാശിനൊന്നും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇനി നമ്മുടെ കുഞ്ഞിനൊന്ന് കല്യാണം കഴിച്ചു കൊടുത്ത് അവളുടെ ലൈഫ് സേഫായി പിന്നെ നയിക്കാൻ കുണിക്കല്ലേ ജീവിക്കണ്ടോ. അതൊക്കെ നമ്മൾ എങ്ങനെ ജീവിച്ചു. ഒരു ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒന്ന് പറ്റില്ല സംഗീതനെ തോൽപ്പിക്കാൻ പറ്റില്ല. ഒരു ചെറിയൊരു ഹോട്ടലിൽ കൊടുത്ത് ഉച്ചോണുണ്ട്. ഞാൻ കുന്നാളത്തുണ്ടല്ലോ നല്ലൊരു ഉച്ചോണ് കിട്ടാനില്ല. ഞാൻ ഇന്നലെ പുലർച്ചെ ഇങ്ങനെ സ്വപ്നം കണ്ടു. സത്യമായിട്ടും ഞാൻ ഒരു ഉച്ചോണിന്റെ കട തുടങ്ങും. വേറെ വിഷയം ഞാൻ തോൽക്കൊന്നുമില്ല കേട്ടോ ഒരാളും. നമ്മൾക്ക് നമ്മളെ കൈ എന്താ പോയി നമുക്ക് കൈത്തൊഴിൽ അറിയാലോ. ചെറിയൊരു കൈത്തൊഴിലൊക്കെ ഉണ്ടല്ലോ. അതായത് കുക്കിങ് മോശമില്ലാത്ത ഒരാൾക്കാർക്ക് ഫുഡ് ഇപ്പൊ പലയിടത്തുനിന്ന് നമ്മൾ പോയിട്ട് ഉച്ചൂണിന്റെ ഫുഡും കാര്യം കഴിക്കണം. അപ്പൊ നമുക്ക് അതിനേക്കാൾ മെച്ചം എന്തായാലും ആക്കാം. അതെ നമ്മുടെ മുതിരപ്പേരി എന്ന് പറഞ്ഞാൽ അതൊരു മുതിരപ്പേരിയാണ്. അത് സംഭവം നല്ല സാധനം മേടിക്കണം കേട്ടോ. അല്ല നമുക്ക് നമ്മുടെ കൈ ഇപ്പൊ ഞാൻ പലയിടത്തും പോയിട്ട് നമ്മളൊരു ഉച്ചോണിന് കഴിക്കണം. ഒരു 50 രൂപയുടെ ചോളൊരു ഉപ്പേര്. പക്ഷെ നമ്മൾക്ക് കച്ചോടിയ കാര്യം അപ്പം കഴിക്കും. നമ്മൾ വീട്ടിൽ വെക്കണ പോലെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരുണ്ടാവും കഴിക്കാം. അപ്പം ഞാൻ ലാസ്റ്റ് നമ്മൾ അങ്ങനെ ഒരു അവസ്ഥ വന്ന് നമ്മൾ അതൊക്കെ ചെയ്യും. നമ്മൾ തോൽപ്പിക്കുക. അപ്പം നമ്മൾ നിങ്ങൾക്ക് ഈ പണിയാറുള്ളൂ അങ്ങനെ ഉണ്ടായാലും പുച്ഛിക്കൊന്നും വേണ്ട. ഞാൻ തോറ്റു കൊടുക്കുന്നില്ല ജീവിതത്തിന്റെ മുന്നിൽ എപ്പോഴും വിജയിച്ചത്. ഇപ്പം ഞങ്ങൾക്ക് അത് ഇടാൻ പറ്റാത്തത് ഒരു ഹോട്ടലിട്ടതിന്റെ ക്ഷീണം. അതിലാണ് നല്ല ക്ഷീണായത്. ഞാൻ മൊത്തത്തിൽ ക്ഷീണിച്ചു. ആ ഒരു ക്ഷീണം ഞങ്ങൾക്ക് ഈ ഒരു വിഷയം ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഹാപ്പി ആയിട്ട് ഇരുന്നല്ലേ. ആ ക്ഷീണം നമുക്ക് വന്നു. ഞാൻ ഹോട്ടലിട്ടോ യൂട്യൂബ് ചാനൽ. അത് ആ ക്ഷീണം കൂടുതൽ ബാധിച്ചെന്താ നമ്മള് സ്ഥലം വിൽക്കാൻ വിറ്റു പറഞ്ഞില്ല. നമുക്ക് ആവശ്യ സമയത്ത് വിറ്റ് കിട്ടിയില്ല. അതുണ്ടായി. അപ്പൊ ഈ നമ്മളെ പരിശ്രമ അങ്ങനെ കുടിക്കും എന്തെങ്കിലും ആവട്ടെ. പിന്നെ ഞാൻ വിചാരിക്കും നമ്മുടെ ഈ യൂട്യൂബ് ചാനലോ ഇൻസ്റ്റയിലോ ഒക്കെ തോന്നാൻ എന്തൊക്കെ അസുഖങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ. അന്ന് പറച്ചിൽ എനിക്ക് അസുഖം കുറവില്ലാണെങ്കിൽ നാളെ ഒരു ടെസ്റ്റിന് പോയിട്ട് തൃശ്ശൂർ ടെസ്റ്റിന് 10,000 രൂപ. ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്യാൻ പോയതാ. ടെസ്റ്റ് 10,000 രൂപ എനിക്ക് ചെയ്യാൻ തോന്നിയില്ല. ഞാൻ ബില്ലടിക്കുന്ന തന്നാണ്ട് ഞാൻ എന്തായാലും ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ വെച്ചാൽ ഞാൻ ഒറ്റയടിക്ക് 10,000 രൂപ ടെസ്റ്റിന് കൊടുക്കണം. കുത്തും കിട്ടണം. എൻ്റെ ഉള്ള ബ്ലഡ് കൊടുക്കണം. 10,000 രൂപ ഞാൻ കൊടുക്കണം. അപ്പോൾ കേട്ടപ്പോൾ ഞാൻ മേടിച്ചു തന്നത്. ഇപ്പം ചീത്തയാണ്. ഇപ്പം എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. കൈവേദനയായിട്ട്. അപ്പം അതിനിടെ ചീത്തയാണ്. നിന്റെ കേട് എങ്ങനെ മാറാനാ? നീ ടെസ്റ്റ് ചെയ്യില്ല ഇതില്ല ആസ്റ്ററിലേക്ക് പോവാൻ. 2 ആഴ്ചയില്ലേ നമുക്ക് ആസ്റ്ററിൽ പോകണമെന്ന് ലക്ഷോളം 2 ആഴ്ച ചെല്ലാൻ പറഞ്ഞോണ്ട് എന്താ ആളെ എന്തൊരു ഉന്ന കണ്ടിട്ട് തന്നെയാണ് പറഞ്ഞത് തോന്നുന്നു അല്ലേ. 2 ആഴ്ചത്തെ ഒരു ഗ്യാപ്പ്. ആള് ഭയങ്കര ഇതിലാ പറഞ്ഞിട്ടാ. എവിടെ വീട് ഞാൻ തൃശ്ശൂർ. നിങ്ങൾക്ക് 2 ആഴ്ച കഴിഞ്ഞൊന്ന് വരാൻ പറ്റുമോ? എന്നിട്ട് ഇത്രയും ദൂരെ കാണാട്ടാ. നമ്മുടെ ബുദ്ധിമുട്ടുകൾ ആലോചിച്ചിട്ടാണ്. അപ്പൊ ഞാൻ വരണോണ്ട് കുഴപ്പമില്ല ഡോക്ടറെ വരാം. നമുക്കിപ്പോ എറണാകുളം തൃശ്ശൂർ പോലെ ആയിക്കണു. പോയിട്ട് ഇല്ല കേട്ടോ. ആദ്യമൊക്കെ അന്നേരന്റെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരാൻ പോവാന്ന് ഓ എറണാകുളത്ത് നമ്മുടെ ടോളിന്റെ അടക്കം എത്തുമ്പോ എന്തൊരു സന്തോഷം അറിയോ. അത് അതിനായിട്ട് കൊണ്ടാൻ പോകുമ്പോ ഭയങ്കര സന്തോഷമാണ്. കൊണ്ടാക്കാൻ പോകുമ്പോ ആ ടോളിന്റെ അടക്കത്ത് പിന്നെ പിടിച്ച് ഇറുക്കും ഞാൻ. എയർപോർട്ടിൽ നിന്ന് എഴുതുന്ന വശം കാണുമ്പോ അപ്പൊ ഇറുക്കും കയ്യിൽ. ഞാൻ അങ്ങടെ എത്ര വരയ്ക്ക് പോണ ദിവസം അങ്ങടെ എത്ര ഉറങ്ങി തോന്നുന്നു. ഞാൻ ഉറങ്ങിയാൽ എനിക്ക് ടെൻഷൻ മാറില്ല. ഞാൻ ഉറങ്ങും. അതെ തീർച്ചയായിട്ടും ആലോചിക്കുമ്പോ ടെൻഷനാ. അപ്പൊ ഞാൻ വരുന്ന ദിവസം ഒരാഴ്ച മുന്നേ ഉറക്കം പോയി. ഉറങ്ങില്ല. എത്ര കുസ്തി പിടിയാലും ഞാൻ ഉറങ്ങില്ല. ദോശ തിന്നാ എല്ലാവരും. ഞങ്ങളെ നോക്കിക്കണ്ട. നിങ്ങക്ക് വന്ന് ദോശ എടുത്ത് കഴിച്ചൂടെ? എന്താ കുടിച്ചാൽ ദോശ വേണ്ട? ദോശ വെച്ച് എടുത്തോണ്ടൊക്കെ ഞങ്ങളെ നോക്കണ്ട. നിങ്ങൾ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നിർത്താലോ. വേറെ ഒന്നും അല്ലാട്ടാ. പോയിനും സിനിമയ്ക്ക് പോകാൻ പറ്റുന്നതാ. അതെന്താ വെച്ചാ സിനിമയ്ക്ക് പോവാ ഇപ്പൊ വലിയ മൂടും കാര്യങ്ങളും ഉണ്ടായിട്ടൊന്നുമല്ല. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ സിനിമകളൊന്നും ഇഷ്ടമില്ല. കുണിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യ. സിനിമ ഇഷ്ടമില്ല. അതിൻ്റെ ഇടയിലാണ് ഒരിക്കൽ ഇവര് സിനിമയ്ക്ക് പോകുന്ന പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു കറിയും കുണിക്കും. ഞങ്ങൾ സെക്കൻഡ് ഷോയ്ക്ക് കൊണ്ടുള്ള എന്താ വെച്ചാൽ കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ തിന്നവിടെ താഴെ ഉറങ്ങിക്കോട്ടെ വെച്ചിട്ട് ഉച്ചയ്ക്കൊന്നും ഉറക്കില്ല. അങ്ങനെ പോയി എന്നിട്ട് പണ്ടൊക്കെ
എന്റെ ഏത് സിനിമയുടെ മോളുണ്ട് എന്താ പറഞ്ഞ ആ സിനിമയുടെ പേര്? അതല്ല ഇഷ്ടമായ കുഞ്ഞിക്കറിന് ഇഷ്ടമായ സിനിമ ഫാലിമി. എങ്ങനെയാണാവോ ആ മഞ്ജുപിള്ളയുടെ ആ സിനിമ അത് കണ്ടപ്പോ ആദ്യം തൊട്ട് ലാസ്റ്റ് ആയിരുന്നു ചുറിച്ച് കണ്ട സിനിമ. അതേപോലെ അപ്പാപ്പനോട് ആ കോഴിമാട്ടോട് അത് പോസ്റ്റൊക്കെ കാണുമ്പോ ഭയങ്കര ചെറിയ സിനിമ കണ്ടാൽ ഇതൊക്കെ ഇഷ്ടമൊക്കെ പറഞ്ഞിട്ടാ. അതിലെ സാമയപ്പ് സിനിമയും അവൻ ഇത് കണ്ടോട്ടെ അതും അവന് ഭയങ്കര ഇഷ്ടമായി. മലയപ്പുറം ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പൊ അതിന് ശേഷം പിന്നെ സിനിമയ്ക്ക് പോ, എവിടെ പോയാലും സിനിമയ്ക്ക് പോ ഈ തുള്ളലാട്ടാ. അതിന് ശേഷം ഞങ്ങൾ കണ്ട 2 സിനിമയിലൊന്നാണ് നേര്, പിന്നെന്താ ഓസ്ല. 2 കൊലപാതകം അന്വേഷണം കൊടുക്കാൻ ഓസ്ലാറെ കാണുമ്പോൾ മേത്ത് കയറിയിട്ട് കുടുക്കിട്ട് പൊത്തി പിടിച്ചിരിക്കും പേടിച്ചിട്ട് ശബ്ദം കണ്ടിട്ടാ. അപ്പൊ അതിന് ശേഷം അവർക്ക് സിനിമ പേടി പറ്റി, സിനിമ ഇഷ്ടമില്ലാണ്ട് സിനിമ. അപ്പം ഇന്നലെയൊക്കെ ശോഭ സിറ്റിയില് നമ്മളൊരു സബ്സ്ക്രൈബർ കണ്ടപ്പോൾ അവർ പറഞ്ഞു നല്ല സിനിമയാ, കണ്ടോക്ക് നല്ല ചിറിക്കാണെന്ന്. അപ്പൊ പിന്നെ കുഞ്ഞെ കുറേ ദിവസം ആൾക്കാർ നല്ല സിനിമയാണ്. അപ്പൊ ഞങ്ങൾ ആ വാക്കിന് വില കൊടുത്തില്ല. അപ്പൊ ആ ഒരു ചേച്ചി പറഞ്ഞു നല്ല സിനിമയാണൊന്ന് കണ്ടു നോക്കി ചിരിക്കാണ്ട് ഇഷ്ടം പോലെയാണ്. അപ്പൊ ഞാൻ ചിരിക്കുക കഥ ഒന്നില്ലെങ്കിൽ കുറച്ചാൽ ചിരിക്കുകയും ചെയ്യാലോ. കരയാനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ചിരുന്ന് കരയാ, ചിരിക്കാനല്ല ആണോ മനുഷ്യ നമ്മുടെ വീട്ടിൽ ചിരിക്കല്ലേ? സത്യം പറഞ്ഞ ഞങ്ങളുടെ ലൈഫിൽ കൊറേ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊറേ വശമൊക്കെ ഞങ്ങൾ ചിരിച്ചത്. അങ്ങനെ വിശർത്തോടെ ഭയങ്കര ചൂടടക്കളയിൽ വെച്ചേക്കുന്ന തീരുമാനം ചുമ്മാ നടന്ന് ഇതൊന്നും കയറി ട്രോളാക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഈ അടക്കളയിൽ ഇങ്ങനെ എന്ത് ഇതും ഇതിൻ്റെ അപ്പുറം പറയും. അന്നേട്ടായി പിള്ളേരോട് ഭക്ഷണം കഴിച്ചോ? അന്നേട്ട കുടിച്ചോ? പഴനിച്ചേർന്നാ എന്തത് ഒന്ന് നമ്മൾ വരുമ്പോഴല്ലേ? ആംബുലൻസ് 2 പോയിട്ടോ പഴനിച്ചേർന്ന. എന്താ ഇപ്പൊ ആംബുലൻസിന്റെ ശബ്ദമൊക്കെ ഇടയിൽ കുറച്ച് കൂടുതലാ. ആൾക്കാർക്ക് എന്തൊക്കെ അസുഖങ്ങൾ. അപ്പൊ അങ്ങനെ നമ്മുടെ തക്കാളിക്കറി കൊച്ചു വർത്താനങ്ങളും പറഞ്ഞ് സാമ്പാർ തക്കാളിക്കറിയും ദോശയ്ക്ക് ആയിട്ടാണ്. ഇതിൽ ഉപ്പും കൂടെയൊക്കെ ഉള്ളതൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടോ? ഓക്കെ ആ ചേട്ടനാ കുറച്ച് ദോശ ചെറിയ പ്ലേറ്റ് എടുത്ത് കറി ഒന്ന് തളച്ചിട്ട് കേട്ടോ. വിശപ്പും ദോശ കൊണ്ടിട്ടോ കുഞ്ഞു വായന ചെയ്യൂ. ഒറ്റയ്ക്കുന്നുള്ളോ? അപ്പൊ സിനിമയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ എല്ലാവരും. സിനിമ കണ്ടിട്ട് വരാം, നല്ലതാണ് പൊട്ടയാണോ. ഓക്കെ. അപ്പോൾ ഓരോരുത്തർ ദോശ എടുക്കാൻ പറഞ്ഞു. ദോശ എടുത്ത് കൊണ്ടുപോളൂ, കഴിച്ചോളൂ. അപ്പം ഞാൻ പോട്ടെ, ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ വീഡിയോ. ഇഷ്ടമാവുമെന്നൊന്നും അറിയില്ല, എന്നാലും നമ്മുടെ വീട്ടിലെ ചെറിയ അടുക്കളയിലെ കഥകളും കാര്യങ്ങളും എന്താ ഞാൻ ഒന്നും പറയല്ലേ. കുഞ്ഞൻ ഭയങ്കര മൂടൗട്ടാന്ന്. കുഞ്ഞ് എന്താ പ്രശ്നം? എന്നാലും മൂടൗട്ടുണ്ടല്ലോ പിന്നെ. എന്താ വയസ്സ്? സിനിമ സന്തോഷമാവോ? ശരി, നിങ്ങളുടെ സന്തോഷം അതാണ്. ഓക്കെ, കുഞ്ഞിന് ഇഷ്ടമുള്ള ആൾക്കാരുടെ സിനിമ എന്തുകൊണ്ട് അതിന് പോവാം. ഈ തണ്ണിമത്തൻ സിനിമ, പിന്നെ ഏതാ സൂപ്പർ ശരണ്യ, പിന്നെ ഏതാ ഇവിടെ രാമപാലി കാണാം മകള്, പിന്നെ കുറെ സിനിമ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണണം. എത്ര പ്രാവശ്യം കണ്ടാലും എടുക്കാത്ത കുട്ടിയോ. എനിക്ക് അത്ര പ്രാവശ്യം ഒന്നും കാണാൻ ഇഷ്ടമില്ല കേട്ടോ. നമ്മുടെ പണ്ടത്തെ ലാലേട്ടൻ്റെയും ജയറാമിന്റെ സുരേഷ് ഗോപിയുടെ ദിലീപിന്റെ മമ്മൂട്ടിയുടെ ആ പടമൊക്കെ നമുക്ക് എത്ര കണ്ടപ്പോ വാത്സല്യത്തിന് ഇങ്ങനെ ഒരു ഭാഗങ്ങൾ ഇങ്ങനെ FB കണ്ടിട്ട് അതൊക്കെ നമുക്ക് എത്ര കണ്ടാലും ആ ഫീലിങ്സ് ഇപ്പോഴും മാറില്ല. ആ ടൂർ കേൾക്കുമ്പോൾ നമ്മൾ കരയാൻ തുടങ്ങും. വാത്സല്യം, ആകാശദൂത്, അങ്ങനത്തെ സിനിമകളൊന്നും ഇപ്പൊ ഇല്ല. ആകാശദൂത് കരയല്ല.
അതെ ഇപ്പൊ കണ്ടാലും ഞാൻ ഭയങ്കര കല്യാണം കഴിഞ്ഞ പുതിയൊരു തന്നെ ഏട്ടാ നമ്മൾ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും കാണാൻ പോയി. അപ്പൊ തൃശ്ശൂർ കൈരളിയിൽ കാണാൻ പോയി കേട്ടോ. അന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞ പുതുമുഖം ഞങ്ങള്. അതുപോലെ ഒരു 3-4 പുതുമുഖം മാത്രമേ ഉള്ളൂ. അന്ന് അധികം തിരക്കില്ല സിനിമയ്ക്ക്. അപ്പൊ ഞാൻ മാത്രം ഇരുന്ന് കരയുക. അപ്പൊ അന്നേട്ടനോട് നീ മാത്രം ഇരുന്ന് കരയുണ്ട്, അപ്പുറത്തുള്ളവരൊന്നും കരയില്ല നോക്കിയത്. അപ്പോൾ എല്ലാവരുടെ മനസ്സും ഒരുപോലെ ആയിരുന്നു. ഞാൻ ഭയങ്കര കരച്ചിലാട്ടോ. ഞാനിപ്പോ ഇന്ന് ആകാശദൂത് എന്നിരുന്ന് കണ്ടെന്നറിയോ, ന്യൂ ഇയറിന്റെ അന്ന് രാത്രി 12 മണിക്ക് ഞാൻ ആകാശദൂത് സിനിമ യൂട്യൂബിൽ അടിച്ചിരുന്നു. കറി ദോശ കൊണ്ടോളൂ. 1 ടീസ്പൂൺ കഴിഞ്ഞവിടെ കറി വയ്ക്കാൻ, ഇത് 2 കഴിക്കാൻ. അങ്ങനെ നമ്മുടെ കറിയായി, ദോശയായി. എല്ലാവരും പെട്ടെന്ന് സദാ പതാന്ന് കഴിച്ചോളാ. എന്നിട്ട് ഡ്രസ്സ് മാറിക്കോളാ. നമ്മുടെ കറിയുടെ നിറങ്ങണ്ട, നല്ല തക്കാളി കറി കേട്ടാ, നല്ല ദോശയും തക്കാളി. ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിന്റെ കുക്കിംഗ് വേറൊന്നുമില്ല. തക്കാളി സവാളയും മുളകും പൊടി മഞ്ഞപ്പൊടി അതാ ദോശ ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചിട്ട് അമ്മയുടെ കുഞ്ഞുമോളെ കുളിക്കണ്ടേ? കുളിക്കേ അപ്പൊ ആക്കളൊക്കെ ഇരുന്ന് ഞാൻ ഇറങ്ങിയിട്ട് മൂടി ചീഞ്ഞിട്ടിരിക്കും. അതില്ല. പിന്നെ ഒരു കാര്യം കിട്ടാ, നമ്മുടെ കുഞ്ഞെന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, നമ്മുടെ ഫഹദ് ഫാസിലിന്റെ സിനിമ ഉണ്ട് ഇങ്ങനെ വൃത്തി കൂടിയ സിനിമ. അതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞ്. ഒരു പാത്രം കഴുകാൻ കൊടുത്താൽ 100 പ്രാവശ്യം ഉരച്ചു. കുഞ്ഞിന് കിട്ടുന്ന ചെക്ക എങ്ങനത്തെയാണോ ചെക്കൻ്റെ വീട്ടിൽ ഭയങ്കര വൃത്തി കൂടുതലാട്ടോ. എന്താ ചെയ്യാന്ന് അറിയില്ല. കുഞ്ഞിനോട് ഞങ്ങൾ തോറ്റിട്ടിരിക്കണം എല്ലാവരും. ഒരു 10,000 പ്രാവശ്യം കയ്യേ കൂട്ടാ. ആ കൈ ക്ഷീണിച്ചു വിരലുകളൊക്കെ. പിന്നെ കളിയാക്കാണ്ട് ചീത്താറാണ്ടല്ലോ പറഞ്ഞില്ലല്ലോ. അവൾക്ക് ഭയങ്കര വൃത്തിയാ. അയ്യോ ഞങ്ങൾ ശരിക്കും തോറ്റിട്ടിരിക്കണം കുഞ്ഞിനോട്. വൃത്തി കൂടിയാലും പ്രശ്നാട്ടാ. വൃത്തി കൂടിയാലും മനസ്സിലാ. സൈക്കോ വൃത്തി. കഴിക്കാനുള്ളൊരു പോരട്ടാ. ചുട്ട് വയ്ക്കണ്ടേ ചേച്ചി? ഉണ്ണുള്ളവർക്ക് ഉണ്ണിനാഴ്ച നമുക്ക് എത്താൻ പറഞ്ഞ. അപ്പൊ നമ്മുടെ അങ്ങനത്തെ ഒരു ചെറിയ വീഡിയോ കഴിഞ്ഞതേ നമ്മുടെ തക്കാളിക്കറിയൊക്കെ ആയിട്ടിരിക്കണുണ്ടോ. ദോശ തക്കാളിക്കറിയൊക്കെ പകുതി തക്കാളിക്കറി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫുഡ് ഇങ്ങോട്ട് വേർത്തിട്ട് കണ്ടാ. അപ്പോൾ പോട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പം ചെറിയ വീഡിയോ ആണ്. അപ്പോൾ പോട്ടെ. ബൈ.